സജോ, കുങ്കിയാനകൾ ഒരു ഭാഗത്ത് കാണാം, മൈക്കൊടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ മറുഭാഗത്ത് പൂർത്തിയാക്കുകയാണോ ഇപ്പോൾ വനംവകുപ്പ് സംഘം? സജോ. ഉന്മേഷ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അനൗൺസ്മെന്റ്, അതായത് നഗരത്തിലെ എല്ലായിടത്തും ആളുകളെ ഈ വിവരം അറിയിക്കുക എന്നതാണ്. അതായത് നേരത്തെ തന്നെ നിരോധനാജ്ഞ നഗരസഭയുടെ ഡിവിഷനുകളിലും ഒപ്പം ഇടവക പഞ്ചായത്തിന്റെ വാർഡുകളിലും നേരത്തെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നഗരമേഖലയാണ്, ആളുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യമുണ്ട്, ജനവാസ മേഖലയാണ്. ഒപ്പം ഈ നഗരത്തിലേക്ക് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ തന്നെയും യാത്ര ചെയ്ത് പോവുകയും ഇപ്പോൾ ആനകളെ കാണാനായും മറ്റും എത്തുന്ന ആളുകളുമൊക്കെയുണ്ട്. നേരത്തെ മുന്നനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ എല്ലായിടത്തും അനൗൺസ്മെന്റ് പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. അനൗൺസ്മെന്റ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാഹനങ്ങൾ, പോലീസ് വാഹനത്തിൽ തന്നെ അതിനിപ്പോൾ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ എല്ലായിടത്തും ഇപ്പോൾ തന്നെ മയക്കൂടി വിൽക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതുകൊണ്ട് ആളുകൾ അതുമായി പൂർണ്ണമായും സഹകരിക്കണം. ആളുകൾ മാറി നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നിർദ്ദേശാനുസരണം മാറി നിൽക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കുങ്കിയാനകളെ നേരത്തെ തന്നെ വിക്രം, സൂര്യ 2 കുങ്കിയാനകളെയാണ് ഈ ദൗത്യത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ള 2 കുങ്കിയാനകളാണ്. ഈ 2 കുങ്കിയാനകളെയും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചതാണ്. ആദ്യം മാനന്തവാടി ടൗണിലുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചു. അതിൽ ഒരു കുങ്കിയാനയെ നിലവിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ മാനന്തവാടി നഗരത്തോട് ചേർന്ന ഒരു ചതുപ്പ് പ്രദേശത്ത്, വാഴത്തോട്ടത്തിനോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗങ്ങളിലായാണ് ഒരു കുങ്കിയാനയെ എതിർഭാഗത്തും മറ്റേ ഭാഗത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നിർദ്ദേശം ലഭിക്കുമ്പോൾ 2 കുങ്കിയാനകളെയും ഈ സ്ഥലത്തേക്ക് തന്നെ, തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തിക്കേണ്ടതുണ്ട്. കാരണം അതിനുശേഷം മാത്രമേ പിന്നീട് ഈ മയക്കൂടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുങ്കിയാനകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഓപ്പറേഷൻ നടത്തേണ്ടത്. അത് ഈ ആദ്യഘട്ടത്തെ ആളുകളെല്ലാം ഒഴിപ്പിച്ച ആ ഓപ്പറേഷനിലേക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിക്കഴിഞ്ഞാൽ കുങ്കിയാനകളെ ഈ സ്ഥലത്തേക്ക് തന്നെ, ഈ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ 2 ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇറക്കാൻ, ഇതിൻ്റെ ടെറൈൻ കുറച്ച് കുഴപ്പം പിടിച്ച ടെറൈനാണ്. എല്ലാ ഭാഗത്തുകൂടിയും കുങ്കിയാനകളെ താഴേക്ക് ഇറക്കാൻ കഴിയുകയില്ല. ഒരു ഭാഗത്തുകൂടി മാത്രമേ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ആ സ്ഥലത്തേക്ക് 2 കുങ്കിയാനകളെയും എത്തിക്കും. ഇപ്പോൾ ഈ കൊല്ലിയുടെ 2 വശങ്ങളിലായി 2 വിക്രത്തെയും സൂര്യയും നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ അനൗൺസ്മെന്റ് പൂർത്തീകരിച്ച് ഏറ്റവും ഒടുവിലുള്ള അന്തിമ തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും 2 കുങ്കിയാനകളെയും ഈ സ്ഥലത്തേക്ക് ഇറക്കുക. അതിനുശേഷം മയക്കൂടി എന്നാണ് ഉത്തരവ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ട നടപടിക്രമങ്ങൾ എല്ലാ ആളുകളെയും മാറ്റുക, ഈ പ്രദേശത്ത് പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് ഔദ്യോഗികമായി ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് വനപാലക സംഘം. മാനന്തവാടി ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് ആനയുള്ളത്. മണിക്കൂറുകളായി അവിടെ തുടരുകയാണ്. നേരത്തെ ജനവാസ മേഖലയിൽ നിന്ന് നേരെ ടൗൺ തൊട്ടടുത്തേക്ക് ആന എത്തി. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. മൈക്കൂടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ വനപാലക സംഘം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.